പരമസുന്ദരി കാണാൻ വിചാരിച്ചിട്ട് പറ്റിയില്ലടാ. ഞാൻ ഓണ സമയത്ത് പോയി കാണാൻ വിചാരിച്ചതാ. ഇപ്പൊ തിയേറ്റേഴ്സിനൊക്കെ പോയത്. മോളെ പരമസുന്ദരി കണ്ടില്ല എന്ന് പറഞ്ഞ സങ്കടപ്പെടല്ലേ പ്ലീസ്. നീ ലോക കണ്ടോ? ഇല്ല. ഹൃദയപൂർവ്വം കണ്ടോ? ഇല്ല, ഇത് കാണണം. നല്ല മൂവിയാന്ന് കേട്ടു. ഇവിടെ പരമസുന്ദരി കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കിടന്ന് കരയുന്ന ആള് ലോക കണ്ടിട്ടില്ല, ഹൃദയപൂർവ്വം കണ്ടിട്ടില്ല, കിടന്ന് കര. പരമസുന്ദരി കാണാൻ അധികം ആളില്ല എന്റെ കൂടെ. ലോക്കി ഹൃദയപൂർവ്വം കാണാൻ എല്ലാവർക്കും കാണണം. അതുകൊണ്ടാണോ നീ പോവാഞ്ഞേ? ആർക്കും സമയം കിട്ടിയിട്ടില്ല. കൊറേ പേര് വരുമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും കൂടി പോവാൻ സമയം കിട്ടിയിട്ടില്ല. നല്ല കൂടി ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ലോക ശരിക്കും കേട്ടോ പൊളിച്ചു. ഹൃദയപൂർവ്വം ആഫ്റ്റർ എ ലോങ് ടൈം എനിക്ക് ശരിക്കും പറഞ്ഞ മോഹൻലാലിന്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. നന്നായിട്ടുണ്ട്. തിയേറ്ററിൽ കാണണ്ടേ, OTT പോവരുതേ, തിയേറ്ററിൽ പോയി. ആരൊക്കെ പറഞ്ഞു OTT വന്നിട്ടും കാണാം. പക്ഷെ എനിക്കും തിയേറ്ററിൽ പോകുമ്പോഴാണ് ഫുൾ നല്ല മൂവീസ് വരുമ്പോ നമുക്ക് തിയേറ്ററിൽ തന്നെ. ഇപ്പൊ തിയേറ്റർ ഭയങ്കരമായിട്ട് കുറഞ്ഞൂടാ പോക്ക്. ഇപ്പൊ അധികം ടിവിയിലേക്ക് നമ്മള് കഴിഞ്ഞു. സത്യം. അതെന്തെന്ന് പറഞ്ഞാൽ പിള്ളേർക്കും സ്കൂളൊക്കെ ഉള്ള ടൈം ആവുമ്പോ നമുക്കൊരു വീക്കെൻഡ് കിട്ടുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ട്യൂഷനോ ഹോംവർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവർക്ക് OTT വരട്ടെ, പെട്ടെന്ന് തന്നെ OTT വരുന്നുണ്ടല്ലോ ഇപ്പൊ. അപ്പം അങ്ങനെ. പക്ഷെ ആ ഒരു തിയേറ്ററിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് വീട്ടിൽ OTT ഇരുന്ന് കാണാൻ കിട്ടുമോന്ന് എനിക്ക് ഇപ്പോഴും ഉള്ളവർക്കും അതേ സ്പിരിറ്റ് വേണം. എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഒരുവിധം എല്ലാ മൂവീസും കാണാൻ ഇഷ്ടം. പക്ഷെ എല്ലാവർക്കും ഇവിടെ അങ്ങനെയല്ല. കുട്ടികൾക്ക് വേറെ ചോയ്സ്, ഹസ്ബൻഡിന് വേറെ ചോയ്സ്. അപ്പൊ എനിക്ക് തിയേറ്ററിൽ പോക്ക് ഭയങ്കരമായിട്ട്. ഞങ്ങളുടെ വീട്ടിലും അത് തന്നെ. പക്ഷെ ഓണം അവധിയായില്ലേ, അപ്പത്തേക്കിനും വി ആർ ഗോയിങ് ആസ് എ ഫാമിലി എന്ന് പറഞ്ഞു പോയി കണ്ട പിള്ളേര് മമ്മ ഇനി ഒന്നും കൂടെ ലോക കാണുകയാണെങ്കിൽ ഞങ്ങൾ റെഡിയാ എന്നാണ് പിള്ളേര് പറഞ്ഞത്. നല്ല മൂവി ഫുള്ളാണെന്ന് കണ്ടു. ഇല്ല, ഓൺലൈനിൽ എപ്പോ ബുക്ക് ചെയ്തതെന്നറിയോ? വന്നു കഴിഞ്ഞതും പുള്ളിക്കാരൻ എളുപ്പം തന്നെ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അതാണ് ഇപ്പൊ ഓൺലൈനിന്റെ അയ്യോ ബോബു, ഇത് പറഞ്ഞപ്പോഴാട്ടോ പണ്ട് ചെറുപ്പത്തില് നിറം എന്ന് പറയുന്ന ഒരു മൂവിയില്ലേ, സൂപ്പർ ഹിറ്റ് ആയിരുന്നല്ലോ. അന്ന് ഡാഡിയെ കൺവിൻസ് ചെയ്യാൻ, ഡാഡിക്കാണെങ്കിൽ തിയേറ്ററിൽ പോയി ഒന്നും കാണാന്ന് പറഞ്ഞാൽ ഡാഡിക്ക് ഇഷ്ടമല്ല. ഡാഡിയുടെ അടുത്ത് പ്ലീസ് 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 ഒക്കെ പറഞ്ഞ ഞാനും ചേച്ചി കൂടെ, അനിയത്തി അപ്പൊ ചെറുതാണ്, അപ്പൊ അനിയത്തിയും ഡാഡിയും മമ്മിയും പിന്നെ വന്നാൽ മതി പറഞ്ഞു ഞാനും ചേച്ചിയും കൂടെ എറണാകുളത്ത് കേട്ടോ തിയേറ്ററിൽ പോയി. മണിക്കൂറുകൾക്ക് മുമ്പേ, ലൈക്ക് എനിക്ക് തോന്നുന്നു 2 hours മുമ്പേ എങ്ങാണ്ട് പോയി. ക്യൂ അതില് പോയി നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട് വന്നതും ഹൗസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ബോർഡ് എടുത്തു വെച്ചു. അയ്യോ എന്ത് സങ്കടം വന്നു എന്നറിയോ. അത് കഴിഞ്ഞിട്ട് അടുത്ത വേറെ നെക്സ്റ്റ് തിയേറ്ററിലേക്ക് ഓടി. നെക്സ്റ്റ് തിയേറ്ററിലോട്ട് ഓടി. ഇപ്പൊ ഫ്രണ്ട് റോയില് അത് എന്തോ ഭാഗ്യത്തിന് 4 സീറ്റ് കിട്ടി. ഏറ്റവും ഫ്രണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക, ഡാഡിയുടെ വായിന്ന് കേൾക്കാത്തതൊന്നുമില്ല. ഡാഡി വന്ന് പെട്ടല്ലോ എന്നുള്ളൊരു മട്ടായി. അപ്പൊ അതൊക്കെ നോക്കുമ്പോ ഇപ്പൊ എന്തോരം ലൈഫ്, കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് അങ്കിൾ അലൗ ചെയ്തില്ലേ നിങ്ങളെ കൊണ്ടുപോയി ടിക്കറ്റ് എടുക്കാനും? വേറെ വഴിയില്ലല്ലോ. ഞങ്ങൾക്കൊന്നും അങ്ങനെയല്ല. ഞാൻ തിയേറ്ററിൽ പോയി കൗണ്ടറിൽ നിൽക്കാനേ പെർമിഷൻ കിട്ടിയിട്ടുണ്ടാവില്ലടാ. ഏതെങ്കിലും ഏട്ടന്മാരോ അങ്കിൾമാരോ അല്ലെങ്കിൽ ഡാഡിയോ അവരാരെങ്കിലും ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് അവരെ കൺവീനിയൻസിന് ബാക്കി ഫാമിലി പോവുക. ഇതിപ്പോ കേൾക്കുമ്പോ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ്. സ്കൂളിനെ പോവായിരുന്നു. ഞാൻ KVയിലല്ലേ പഠിച്ചത്, അത് എറണാകുളത്ത് നേവൽ ബേസിലായിരുന്നു. അപ്പൊ ഞങ്ങക്ക് ആക്ച്വലി നേവൽ ബേസിന്റെ അകത്ത് സാഗരിക എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ട്. അപ്പം ഒന്നെങ്കിൽ ഞങ്ങള് അതിന്റെ ഉള്ളിൽ പിന്നെ ഫാമിലി പാസ് ഉള്ളവർക്ക് മാത്രമേ നേവൽ ബേസിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പോയി കാണുമായിരുന്നു. അല്ലാതെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ കുറെ ഈ നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് ദിൽ തോ പാഗലെയൊക്കെ ഞാൻ തിയേറ്ററിൽ അങ്ങനെ പോയി കണ്ടേ ഫ്രണ്ട്സിന്റെ കൂടെ. ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു ഒരു 20 കുട്ടികളൊക്കെ ഉണ്ടാവും. എല്ലാ ഡിവിഷനിൽ നിന്നും എല്ലാവരും കൂടെ ഒരു ടൈമും വെച്ച് ബസ് പിടിച്ച് പോവുക. അന്ന് കാറ് ഒന്നും അങ്ങനെ ഡ്രോപ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ബസ് പിടിച്ച് പോവുക, ഫുൾ എൻജോയ് ചെയ്യുക. ഒരു പാക്കറ്റിൽ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിയ എല്ലാവരും അതിൽ നിന്നായിരിക്കും ഷെയർ ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ ഭയങ്കര വലിയ ചെറുപ്പത്തിലുള്ള സ്കൂള് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ്. ഒന്നുകിൽ ഫാമിലി അല്ലെങ്കിൽ കസിൻസ് പറഞ്ഞാൽ വലിയ ഏട്ടന്മാരും ചേച്ചിമാരും ഉള്ളപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകും. അല്ലാതെ ഇങ്ങനെ കുട്ടികളുടെ കൂടെ. എനിക്ക് തോന്നുന്നത് എന്താന്ന് പറയാ, ഈ ഡാഡിക്ക് സിനിമകളിലോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട്. ഡാഡി പക്ഷെ ഡാഡിയുടെ ചെറുപ്പത്തിൽ പോയി എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് ഫാമിലിയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും ഡാഡിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ജോൺറയിലുള്ള മൂവീസ് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കാം ചിലപ്പോ. അപ്പൊ ഡാഡിക്ക് അതിന്ന് ഒഴിവാക്കാൻ ഡാഡി ഒരിക്കലും ഞങ്ങളെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഫ്രണ്ട്സിന്റെ കൂടെ എങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കോളൂ, അങ്ങനെ ഞങ്ങളെ മൂവി കാണുന്നതിന്നോ അങ്ങനെ ഒന്നും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഡാഡിയെ വിളിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ഒരു സുഖമില്ല. ഞാൻ ആകെ കോളേജ് മേറ്റ്സിന്റെ കൂടെ ഞങ്ങൾ പോയി കണ്ട ഒരു മൂവി ഏതറിയോ? ടൈറ്റാനിക്. ആ മൂവി ഞാൻ മറക്കുകയില്ല. അതായത് തിയേറ്ററിൽ പോയി ഒരു ഗ്യാങ്ങിന്റെ കൂടെ ഇരുന്ന് കാണുന്നത് ഒന്ന് വേറത്തെ. അതൊരു ഫണ്ട് വേറെ തന്നെ. ഫാമിലിയുടെ കൂടെ പോകുന്ന ഫണ്ട് വേറെ, ഫ്രണ്ട്സിന്റെ കൂടെ
പോകുന്ന ഫണ്ണ് വേറെ. അതൊക്കെ കുറെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ ഫ്രണ്ട്സ് ലേഡീസ് ഉണ്ട്. ആ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മൂവി വന്നാൽ ഞങ്ങൾക്ക് ആ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ആ, ആ, ആ. ഞങ്ങൾ ഇതേപോലെ ഓൺലൈൻ നീ പറഞ്ഞ പോലെ ബുക്കിംഗ് ഈസിയാണ്. ആ. ആരെങ്കിലും ഒരാൾ റിസർവ് ചെയ്യും. ഉം. എല്ലാരും കൂടി സൗകര്യം കിട്ടുമ്പോ ഞങ്ങൾ അതെ, അതെ. കാണും വരും എന്നൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉം. ഇത് അതെനിക്ക് പണ്ട് ഇഷ്ടം. എങ്ങനെയാണെന്നറിയോ, സ്നാക്സ് വാങ്ങുന്ന പോലും നമ്മൾ എല്ലാരും കൂടെ പൈസ ഷെയർ ചെയ്തിട്ട് വേണം. എത്ര കുട്ടികളുണ്ട് അത്രയും കുട്ടികളും ഷെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ വരുമ്പോഴേ ആദ്യം നോക്കുക എന്തൊക്കെയുണ്ട് സ്നാക്ക് കൗണ്ടറിൽ ഉള്ളതെന്ന്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമുക്ക് അതും കൂടെ വെച്ച് ബുക്ക് ചെയ്യാം. സുഖമായിട്ട് നമ്മുടെ സ്ഥലത്ത് വരും, സീറ്റിൽ വരും. നമുക്ക് ജസ്റ്റ് എടുത്ത് കഴിച്ചാൽ മതി. ഇപ്പൊ ലൈഫ് ശരിക്കും ഭയങ്കര 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 കൺവീനിയന്റ് പിന്നെ പണ്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ വേറൊരു കാര്യം ചെയ്യായിരുന്നുടാ, കാസറ്റ്സ് റെന്റിന് എടുക്കായിരുന്നു. ആ, ഇപ്പൊ ഒരു ഇടയിൽ ഒരു CDs റെന്റിൽ അതെ. വന്നു. അതിന്റെ മുമ്പേ VCR VCP ആ, ഒക്കെ ഉള്ള ഉണ്ട്, സമയം ഉണ്ടായിരുന്നു. അതെ, അതെ. അപ്പോഴും ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാവും, ഒരു ആ, വീഡിയോ ആ, ഷോപ്സ് ആ, ഉണ്ടായിരുന്നു. അതെ. ബിസിനസ് ആ, വീഡിയോ ഷോപ്സ് ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോ എന്ന് വെച്ചാൽ നമ്മൾ പോയി ചോദിക്കുമ്പം ആ ആ. മൂവി ഉണ്ടാവില്ല. ആ, കാരണം ആരെയും കുറച്ച് കാസറ്റ്സേ ഉണ്ടാവും. അതെ, അത് അതെ, ആരെങ്കിലും അതെ. റെന്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ Correct. നമ്മൾ അടുത്ത പ്രാവശ്യം തൽക്കാലം കിട്ടുന്ന മൂവി കൊണ്ടുവരും. ആ. അപ്പോഴാണ് ഈ പ്രേതത്തിന്റെ മൂവി, ഹൊറർ മൂവീസ് ഒക്കെ റെന്റിന് എടുത്തിട്ട് കസിൻസ് എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് ഡിസൈഡ് ചെയ്ത് വെക്കേഷന് അങ്ങനെ കൊറേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാ ഡ്രാക്കുള കണ്ടത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങള് കട്ടാരിബാഗ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം തേവരയിലാണ് ഈ കാസറ്റ് റെന്റൽ ഷോപ്പ് ഉള്ളത്. ഓക്കെ. അപ്പം വെണ്ടുരുത്തി പാലമുണ്ട്. ആ. അപ്പൊ ആ പാലത്തില് വഴി ഞാനും ചേച്ചിയും ഒക്കെ കൂടെ നടന്നാണ് പോവാറ്. ആ. എന്താന്ന് പറഞ്ഞാൽ സ്കൂട്ടറിൽ 3 പേർക്ക് ബുദ്ധിമുട്ടാണല്ലോ. ഉം. അപ്പം അങ്ങനെ നടന്ന് തേവരയിൽ പോയിട്ട് ഇതുപോലെ VCPയുടെ കാസറ്റ് എടുത്തിട്ട് വരും. എന്നിട്ട് ഏതെങ്കിലും പുതിയ മൂവി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീക്കെൻഡിലേക്ക് ബുക്ക് ചെയ്ത് വെക്കും. എന്താ ആങ്കിളുടെ ഡാഡിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ബുക്ക് ചെയ്ത് വെക്കും. അത് വന്നതും സാറ്റർഡേ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ അങ്ങനെ പോയി എടുത്തിട്ട് വന്ന് കാണുമായിരുന്നു. അതൊക്കെ ഒരു ലൈഫ് ഭയങ്കര രസമായിരുന്നു. കുട്ടികൾക്ക് അതിന്റെ ആവശ്യം അല്ല, തോന്നുന്നില്ല. കുട്ടികൾക്ക് VCP VCR ഒക്കെ അറിയോ? തോന്നില്ല, കണ്ടിട്ട് പോലും ഉണ്ട്. എനിക്ക് CD പ്ലെയർ കേട്ടോ ആ, CD നമ്മള് player. എനിക്ക് വെച്ച അതെ. കൂട്ടത്തിൽ ഒന്നും അവര് കണ്ട ഓർമ്മയുണ്ടാവുള്ളൂ. അല്ലാതെ ആ ഒരു സമയം ഓർമ്മ വരില്ല അത് അവർക്ക്. നമ്മുടെ കാസറ്റ്സും ഇല്ലല്ലോ. നമുക്ക് അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി ശരിയാ, വരില്ലേ? ശരിയാ. കയ്യിൽ പിന്നെ ഇഷ്ടപ്പെട്ട വെച്ചിരുന്നില്ല. മൂവീസും ആ, മൂവി ആ, സോങ്സും ഇടാം. ആ, ആ, ഹിറ്റ്സ് ഓഫ് ആ, മോഹൻലാൽ ആ, അല്ലെങ്കിൽ ആ, ഹിറ്റ്സ് ഓഫ് ആ. മമ്മൂട്ടി പറഞ്ഞിട്ട് അവരുടെ സോങ്സ് മാത്രമുള്ള കുറച്ച് കാസറ്റ്സ് Cassettes. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, അത് നമ്മള് ഫ്രീ ടൈമിലൊക്കെ ആ. കുട്ടികളെ കാർട്ടൂൺ കാസറ്റ്സ് ഇപ്പൊ കാണുന്നില്ല. അതെ. അതേപോലെ കണ്ടതൊക്കെ ഹിറ്റ്സ് ഓഫ് മമ്മൂട്ടി മോഹൻലാലൊക്കെ അതെ, ആ കാലം ഒരു കാലം തന്നെയായിരുന്നു. നടന്നു പോവാ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് 1 കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞാൽ അയ്യോ എന്ന് പറയും. നമുക്ക് നടന്നു പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞങ്ങൾ നടക്കുമായിരുന്നു. രസമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഗുണം ഒരു സൈഡില്, അതെ, നമ്മൾ എൻജോയ് ചെയ്ത സൈഡ് വേറെ. സത്യം. മോളുടെ ഇടയ്ക്ക് ചോദിക്കും എന്നോട്, അമ്മയ്ക്ക് ഇപ്പോഴാണോ ഇഷ്ടം ആ. അപ്പോഴാണോ ഇഷ്ടം എന്ന്. ആ, അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പോഴും അപ്പോഴും കമ്പാരിസൺ ശരിക്കും ഇല്ല അല്ലെ. അതെ. ഇപ്പത്തെ ഒരു സൗകര്യങ്ങളും ഒക്കെ ഉം. ഒന്ന്, പണ്ടത്തത് അത് വേറൊരു ടൈപ്പ് രസം. അതെ, അതെ. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും കൺവീനിയൻസ് ഇല്ലാത്തതുകൊണ്ട്, ഇത്രയും ഉം. കാർസും ഉം. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൂടുതൽ ബസ്സിലും അത് ഇതൊക്കെയാണ് അതെ, അതെ, ഡിപ്പെൻഡ് അതെ, ചെയ്തത്. അതെ. ഇപ്പൊ കോളേജിൽ പോവാണെങ്കിൽ ആ. നമ്മളൊക്കെ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. Correct, correct. സ്കൂൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വോക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ യൂഷ്വലി ഒന്നിന്റെ ആവശ്യമില്ല. വീട്ടിലുള്ള സ്കൂളിൽ ചേർത്തുക. അതെ, അതേപോലെ മൂവി കാണാനും നമ്മൾ തിയേറ്റേഴ്സ് ഇടാ, ക്ലോസ് ബൈ തിയേറ്ററിൽ ആ. ഏത് മൂവിയാണോ സത്യം. അതല്ലേ. അതെ, അതെ, ഇപ്പത്തെ പോലെ എവിടെയാണോ മൂവി റൺ ചെയ്യുന്നത് അതെ, പോയിട്ട് അതെ, കാണുന്ന അതെ. ശീലമൊന്നും ഇല്ലല്ലോ. അതെ. എന്താണോ അവൈലബിൾ അവിടെ പോയി എൻജോയ് ചെയ്യാം. ഞങ്ങക്ക് തിയേറ്ററിൽ അന്ന് സരിത സവിത സംഗീത എന്ന് പറഞ്ഞിട്ട് 3 തിയേറ്റർ ഉണ്ട് ഒരേ കോംപ്ലക്സിലാ. അപ്പം അവിടെയാണ് ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എന്താണെന്നറിയോ, ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഓടിയിട്ട് വേണം അടുത്ത ക്യൂവിൽ പോയി നിൽക്കാൻ. എന്താന്ന് പറഞ്ഞാൽ എന്തായാലും കഷ്ടപ്പെട്ട് അവിടെ വരെ എത്തിയതാ, തിരിച്ചു പോകാൻ റെഡിയല്ല. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലോ, OTT-യിൽ കിട്ടിയില്ലെങ്കിൽ, അല്ലെ OTT-യും പോട്ടെ, നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ പോകുന്നില്ല. അവിടെ പിന്നെ പോയി ഒന്ന് ട്രൈ ചെയ്യുന്നില്ല. ദിവസം നമ്മൾ ബാക്കി പ്ലാൻ ചെയ്യുന്നത്. അതെ, 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 അതെ. സത്യാണ് കേട്ടോ. ഇപ്പം ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു മൂവി Movie. വരുന്നില്ലേ, അതിന് എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ ടിക്കറ്റ് കിട്ടാൻ. ആൻഡ് യുനോ, ഇന്ത്യയില് റിലീസിൽ ഏറ്റവും ഫസ്റ്റ് എവിടെയാ റിലീസ് ആവുന്നതെന്ന് അറിയോ നിനക്ക്? കോയമ്പത്തൂര് അല്ല, നമ്മുടെ കേരളത്തിൽ എവിടെയാന്ന് പറ. അറിയില്ല. എറണാകുളത്ത്, കൊച്ചിയില്. അത് എത്ര മണിക്കാ ഷോ എന്നറിയോ? രാവിലെ 4:30 AM. ഫോളോവേഴ്സ് ഉണ്ട് അപ്പം. ടിക്കറ്റ് ഫുള്ളി ബുക്ക്ഡ്, ഫിനിഷ്ഡ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ ഹസ്ബൻഡും നമ്മുടെ 2 മക്കളെയും കൊണ്ട് പോവാൻ വേണ്ടി പുള്ളിക്കാരൻ ഒത്തിരി നോക്കിയിട്ടാണ് കിട്ടിയത്. എന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അതെ, അതെ, അതെ. ഇനി കണ്ടിട്ട് ബാക്കി ഐമാക്സിലെ റിവ്യൂ ആയിട്ട് അവർ വരും. അതെ, 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 അതെ. അപ്പം അങ്ങനെ നമുക്ക് എന്തപ്പം സിനിമ കാണാൻ പറ്റിയ സന്തോഷം. അത് VCR-ലായാലും ശരി, CD-യിലായാലും ശരി, OTT-യിലായാലും ശരി, തിയേറ്ററിലാണെങ്കിൽ മഹാഭാഗ്യം. അതെ. അങ്ങനെ നമുക്ക് ലെറ്റ് us count all our blessing. കിട്ടുന്ന സമയം മുഴുവൻ എൻജോയ് ചെയ്യാം എല്ലാരും. ആൻഡ് കീപ് വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത്
Ren and Go.